ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് നടത്തിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ പെർസെൻറ്റേജ് ഇറർ ഇൻ റേഡിയസ് ഈസ് 1% ആൻഡ് ദ പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് ഈസ് 3%, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇറർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? അതായത് നമ്മുടെ റേഡിയസിന്റെ പെർസെൻറ്റേജ് ഇറർ തന്നിട്ടുണ്ട് 1%. പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 3%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇറർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? നമുക്ക് ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഇറർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഇറർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമ്മുടെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഇറർ എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഇറർ എന്ന് പറഞ്ഞാൽ, ഇറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ ഓർ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. അതായത് നമ്മളിപ്പം കുറച്ച് മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നു. അപ്പം നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ഇപ്പം എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ പെൻഡുലം പോലുള്ള എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊതുവേ നമ്മുടെ കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കുന്നു ജിയുടെ വാല്യൂ എത്രയാണ്, 9.8. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8. പക്ഷേ നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് അതിന് അടുത്ത് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു വാല്യൂ കിട്ടുള്ളൂ. അതായത് 9.8 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ട്രൂ വാല്യൂ ആയിട്ടും നമുക്ക് കിട്ടിയത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് മെഷേർഡ് വാല്യൂസ് ആണ്. ആ മെഷേർഡ് വാല്യൂം തമ്മിൽ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇറർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എക്സ്പെരിമെന്റ്സ് ഒരുപാട് ചെയ്തിട്ടുള്ളവരാണ്. നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ അറിയാം, എല്ലാവരും എക്സ്പെരിമെന്റ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഇറേഴ്സ് സംഭവിക്കുന്നുണ്ട്. ആ ഇറേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്? ശരിക്കും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രൂ വാല്യൂ ഉണ്ട്, എന്നാൽ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇറർ ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പേഴ്സൻ്റെ ഹൈറ്റ് ഞാനിപ്പം പറയുകയാണ്, ട്രൂ വാല്യൂ ആയിട്ട് പറയുമ്പോഴത്തേക്കും 160 സെൻറ്റിമീറ്റർ. അതായത് ഒരു പേഴ്സൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ നമ്മൾ മെഷർ ചെയ്തപ്പോൾ അയാളുടെ ഹൈറ്റ് 158 ആയിട്ടാണ്, 158 ആയിട്ടാണ് കിട്ടിയത്. അപ്പം നമ്മളിത് മെഷർ ചെയ്തതാണ് 158, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 160 ആണ്. അപ്പം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇറർ എന്ന് പറയുന്നത്. അതായത് ട്രൂ വാല്യൂവും നമ്മുടെ മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഇറർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കറിയാം 3 ടൈപ്സ് ഇറർ ആണ് നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത്. 3 ടൈപ്സ് ഓഫ് ഇറർ ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് ഇറർ, റിലേറ്റീവ് ഇറർ, പെർസെൻറ്റേജ് ഇറർ. എന്താണ് അബ്സല്യൂട്ട് ഇറർ എന്ന് പറഞ്ഞാൽ? അബ്സല്യൂട്ട് ഇറർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂയും ട്രൂ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മോഡുലസ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. മോഡുലസ് ഓഫ് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂയും ട്രൂ വാല്യൂയും തമ്മിലുള്ള എന്താണ് മാഗ്നിറ്റ്യൂഡ്, ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത്. ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് ഇറർ എന്താണ്? റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് ഇറർ ടു ട്രൂ വാല്യൂ. മീൻ അബ്സല്യൂട്ട് ഇറർ. അപ്പം മീൻ അബ്സല്യൂട്ട് ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ അബ്സല്യൂട്ട് ഇറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. ആ വാല്യൂസിന്റെ മീൻ എടുക്കുക. കുറച്ച് വാല്യൂസിന്റെ മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 1, 2, 3, 4 എന്ന് പറയുന്ന ഈ സംഖ്യ, ഇതിന്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനെ എല്ലാത്തിനെയും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 1 + 2 + 3 + 4 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ട് ബൈ, ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 4 സംഖ്യ. അപ്പൊ ഇതാണ് മീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന അബ്സല്യൂട്ട് ഇററിൽ കണ്ടുപിടിക്കുന്ന വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീൻ അബ്സല്യൂട്ട് ഇറർ കിട്ടും. ഈ മീൻ അബ്സല്യൂട്ട് ഇറർ ബൈ ട്രൂ വാല്യൂ ആണ് റിലേറ്റീവ് ഇറർ. ഈ റിലേറ്റീവ് ഇറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എത്രത്തോളം ഇറർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പേഴ്സൻറ്റേജ് ഇറർ. എന്താണ് പേഴ്സൻറ്റേജ് ഇറർ എന്ന് പറഞ്ഞാൽ? റിലേറ്റീവ് ഇറർ ഇൻറ്റു 100 ആണ് പേഴ്സൻറ്റേജ് ഇറർ എന്ന് പറഞ്ഞാൽ. റിലേറ്റീവ് ഇററിനെ നമ്മൾ 100 കൊണ്ട്, നമ്മൾ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? 100%. അപ്പോൾ റിലേറ്റീവ് ഇറർ നമുക്ക് കിട്ടിയ റിലേറ്റീവ് ഇററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പേഴ്സൻറ്റേജ് ഇറർ. അപ്പം ഇത്രയും ഇറർ എന്താണെന്ന് മനസ്സിലായാലും 3 ടൈപ്സ് ഓഫ് ഇറർ അറിഞ്ഞിരിക്കുക. നമ്മൾ ബാക്ക് ടു നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്?
പെർസെൻറ്റേജ് ഇറർ ഇൻ റേഡിയസ് ഈസ് 1% ആൻഡ് പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് ഈസ് 3%. അപ്പം റേഡിയസിലെ പെർസെൻറ്റേജ് ഇറർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് 1%. റേഡിയസിലെ പെർസെൻറ്റേജ് ഇറർ എന്ന് പറയുന്നത് 1%. അപ്പം ഇറർ ഇൻ റേഡിയസിന്റെ ഇറർ എന്ന് പറയുന്നത് റേഡിയസിന്റെ പെർസെൻറ്റേജ് ഇറർ ആണ്, വെറും ഇറർ അല്ല. കാരണം ഇറർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇറർ നമ്മൾ പറഞ്ഞു, അബ്സല്യൂട്ട് ഇറർ, റിലേറ്റീവ് ഇറർ, നമുക്ക് പെർസെൻറ്റേജ് ഇറർ ആണ്. അപ്പൊ അത് 1% എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത്, പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ സിലിണ്ടറിന്റെ വോളിയത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറയാം. അപ്പം അതിനു മുമ്പ് പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 3% ആണ്. ഇനി സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? വോളിയം ഓഫ് എ സിലിണ്ടർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. ഇതാണ് സിലിണ്ടറിന്റെ വോളിയം, പൈ ആർ സ്ക്വയർ എച്ച്. പൈ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടറിന്റെ റേഡിയസ് ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. അപ്പൊ ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് ആണ് നമ്മൾ ഇവിടെ ലെങ്ത് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈറ്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം കാണേണ്ട ഫോർമുല. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് റൂൾ അറിഞ്ഞിരിക്കുക. കാരണം ഇററിൽ വരുന്ന രണ്ട് റൂൾസ് ആണത്. അതായത് നമ്മളിത് ഇവിടെ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, കുറെ മെഷർമെന്റ് തന്നിട്ട് അതിന്റെ അബ്സല്യൂട്ട് ഇറർ, റിലേറ്റീവ് ഇറർ, പെർസെൻറ്റേജ് ഇറർ കാണാൻ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഇറർ തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു ക്വാണ്ടിറ്റി, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വോളിയത്തിന്റെ പെർസെൻറ്റേജ് ഇറർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം പെർസെൻറ്റേജ് ഇറർ ഇൻ എ ബി, പെർസെൻറ്റേജ് ഇറർ ഇൻ എ ബി, അതായത് എ ഇൻറ്റു ബി. എ ബിയുടെ പെർസെൻറ്റേജ് ഇറർ എങ്ങനെയാ കാണുന്നത്? പെർസെൻറ്റേജ് ഇറർ എ ബി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇറർ ഇൻ എ, പെർസെൻറ്റേജ് ഇറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി, പെർസെൻറ്റേജ് ഇറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി. അതായത് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പം എ ഇൻറ്റു ബിയുടെ പെർസെൻറ്റേജ് ഇറർ കാണാൻ പറഞ്ഞ പെർസെൻറ്റേജ് ഇറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി. ഇനി അതുപോലെ എച്ച് റൈസ് ടു എ ബൈ എച്ച് റൈസ് ടു ബിയുടെ പെർസെൻറ്റേജ് ഇറർ കാണാൻ പറഞ്ഞ എന്താണ്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എ ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ എച്ച് പ്ലസ് ബി ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ, ഇത് എച്ച് അല്ല കേട്ടോ, ഇവിടെ വൈ ആണ്, വൈ റൈസ് ടു ബി, പെർസെൻറ്റേജ് ഇറർ ഇൻ വൈ, ബി ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ വൈ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് റൂൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെർസെൻറ്റേജ് ഇറർ ഇൻ എ ബി എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പെർസെൻറ്റേജ് ഇറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി, അതായത് നമ്മൾ ആഡ് ചെയ്യുന്നു, നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് ഇറേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി എച്ച് റൈസ് ടു എ ബൈ വൈ റൈസ് ടു ബി എന്നാണ് വരുന്നതെങ്കിൽ എച്ച് റൈസ് ടു എ ബൈ വൈ റൈസ് ടു ബി, അതായത് പവേഴ്സിലാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എ ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ എച്ച് പ്ലസ് ബി ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ വൈ. ഇവിടെ രണ്ടിടത്ത് നമ്മൾ ആഡ് ചെയ്യാണ്. പക്ഷെ ഈ ഒരു രണ്ട് റൂൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. അപ്പൊ വി ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പൈ നമുക്കറിയാം, പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. പൈ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 3.14 വാല്യൂ ആണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റന്റിന് എന്തില്ല? ഇറർ ഇല്ല. കോൺസ്റ്റൻസിന് ഇറർ എന്ന് പറയുന്നില്ല, കാരണം നമ്മൾ മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇറർ വരുള്ളൂ. കോൺസ്റ്റൻസ് ഒന്നും നമ്മൾ മെഷർ ചെയ്യുന്നതല്ല, അത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച വാല്യൂസ് ആണ്. അപ്പം കോൺസ്റ്റൻസിന് ഇറർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പൈനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പൈ നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ഇനി നമുക്ക് ആർ സ്ക്വയർ എച്ച്, ഇവിടെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ഈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ആണ്, അതായത് റൈസ് ടു ആർ സ്ക്വയർ. അപ്പൊ ഇതിന്റെ പെർസെൻറ്റേജ് ഇറർ കാണാൻ, ആർ സ്ക്വയറിന്റെ പെർസെൻറ്റേജ് ഇറർ കാണാം. അപ്പം വോളിയത്തിന്റെ പെർസെൻറ്റേജ് ഇറർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ആർ സ്ക്വയറിന്റെ പെർസെൻറ്റേജ് ഇറർ കാണുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ, 2 ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ ആർ, 2 ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ ആർ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ഹൈറ്റ്, പെർസെൻറ്റേജ് ഇറർ ഇൻ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലെങ്ത് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്തിന്റെ പെർസെൻറ്റേജ് ഇറർ ആണ്. അപ്പം ഇവിടെ എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. 2 ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ ആർ എന്ന് പറയുമ്പോൾ എത്രയാണ്? പെർസെൻറ്റേജ് ഇറർ ഇൻ ആർ എന്ന് പറയുന്നത് 1% പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ലെങ്ത് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3%.
അപ്പൊ 2% പ്ലസ് 3% എന്ന് പറയും. നമ്മുടെ ആൻസർ എത്രയെന്ന് പറഞ്ഞിട്ട് വരും? 5%. 2% പ്ലസ് 3% എന്ന് പറഞ്ഞു വരും. നമ്മുടെ ആൻസർ എത്രയാണ്? 5%. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണുന്നത്. ഡി ഈസ് ഈക്വൽ ടു 5% ആണ് നമ്മുടെ ആൻസർ. അപ്പം ഓളിയത്തിന്റെ, നമ്മുടെ സിലിണ്ടറിന്റെ ഓളിയത്തിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. പൈ ആർ സ്ക്വയർ എച്ച്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റ് ഇല്ല, പക്ഷെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? ലെങ്ത് തന്നെയാണ് ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഈ രണ്ട് റൂളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. പെർസെൻറ്റേജ് ഇറർ ഇൻ എ ബി എന്താണെന്നും പെർസെൻറ്റേജ് ഇറർ ഇൻ എച്ച് റൈസ് ടു എ ബൈ എച്ച് റൈസ് ടു ബി എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഇത് ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പെർസെൻറ്റേജ് ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ഇറർ ഇൻറ്റു 100 എന്ന് പറഞ്ഞു. ഇപ്പൊ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുപാട് മെഷർമെന്റ്സ് ഉള്ളപ്പോഴാണ്. ഇവിടെ നമുക്ക് ഒരു വോളിയം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിന്റെ പെർസെൻറ്റേജ് ഇറർ, അവിടെ റേഡിയസിന്റെയും ഹൈറ്റിന്റെ പെർസെൻറ്റേജ് ഇറർ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ പെർസെൻറ്റേജ് ഇറർ കാണാനായിട്ട് നമ്മൾ റിലേറ്റീവ് ഇററോ അതൊന്നും കണ്ടുപിടിക്കേണ്ടതില്ല. അവിടെ നമ്മൾ വേറെ റൂളാണ് ഉപയോഗിക്കുന്നത്. ആ രണ്ട് റൂളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പെർസെൻറ്റേജ് ഇറർ ഇൻ എ ബിയും പെർസെൻറ്റേജ് ഇറർ ഇൻ എച്ച് റൈസ് ടു എ ബൈ എച്ച് റൈസ് ടു ബിയും. അത് രണ്ടും അറിഞ്ഞിരിക്കുക. പെർസെൻറ്റേജ് ഇറർ ഇൻ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ഇറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി. ഇനി പെർസെൻറ്റേജ് ഇറർ ഇൻ എച്ച് റൈസ് ടു എ, അതായത് പവേഴ്സിലാണ് വരുന്നതെങ്കിൽ എച്ച് റൈസ് ടു എ ബൈ എച്ച് റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ എച്ച് പ്ലസ് ബി ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ വൈ. അത് വെച്ചാണ് നമ്മൾ ആർ സ്ക്വയറിനെ എഴുതി. അതായത് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പവർ അല്ലേ, ആർ സ്ക്വയർ ആണ്. അപ്പം നമ്മൾ 2 ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഇൻ ആർ എന്ന് പറഞ്ഞ് എഴുതി. പ്ലസ് ഹെച്ചിന്റെ എന്താണ്? പെർസെൻറ്റേജ് ഇറർ ഇൻ ഹെച്ച്. ഈ പ്ലസ് എങ്ങനെയാ വന്നു എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഈ റൂൾ അനുസരിച്ച് പെർസെൻറ്റേജ് ഇറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് ഇറർ ഇൻ ബി എന്ന് പറഞ്ഞാണ് ഈ നടുക്ക് പ്ലസ് വന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പൊ വി = പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ്, പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഹെച്ച് എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന്റെ പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് വെലോസിറ്റി 3 meter per second ടുവേഴ്സ് ഈസ്റ്റ് ഫോർ എ ടൈം t ആൻഡ് വിത്ത് എ വെലോസിറ്റി 2 meter per second ഫോർ എ ടൈം 2t അലോങ് നോർത്ത്. ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി. നമുക്ക് ആവറേജ് വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അപ്പം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും ടോട്ടൽ ടൈമും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെലോസിറ്റി എന്താണെന്ന് കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആവറേജ് ആണ്. എന്താണ് ആവറേജ് എന്ന് പറയുമ്പോൾ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് വെലോസിറ്റി 3 meter per second ടുവേഴ്സ് ഈസ്റ്റ്. ഒരു പാർട്ടിക്കിൾ 3 meter per second വെലോസിറ്റിയിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു. എത്രയാണ്? 3 meter per second വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് ഫോർ എ ടൈം t. ഇനി അതുപോലെ തന്നെ ആൻഡ് വിത്ത് എ വെലോസിറ്റി 2 meter per second, വിത്ത് എ വെലോസിറ്റി 2 meter per second ഫോർ എ ടൈം 2t. വെലോസിറ്റി 2 meter per second ഫോർ എ ടൈം 2t. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ വരച്ചൊരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും ടോട്ടൽ ടൈമും വേണം. ടോട്ടൽ ടൈം നമുക്കുണ്ട്. ഏതൊക്കെയാണ്? ടിയും ഉണ്ട് 2t ഉണ്ട്. അപ്പം ടോട്ടൽ എന്ന് പറയുമ്പോൾ t + 2t എന്താണ്? 3t എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഈ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഈ നോർത്തിലേക്ക് വന്നാണ് ഇത് എൻഡ് ചെയ്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തൊരു വര വരച്ചു. അപ്പൊ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിട്ടി. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് അറിയാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് പൊസിഷൻ ടു ദ എൻഡിങ് പൊസിഷൻ. സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും എൻഡിങ് പൊസിഷനിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടുകയാണ്. നമ്മൾ അതിനെ എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും കൊടുത്ത് നമ്മൾ ഇവരൊരു ട്രയാങ്കിൾ ഫോം ചെയ്ത് ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്തു.
ഇനി നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് എ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എ ബി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ട എ ബി എന്ന് പറയുന്നത്. ഇത് എ ബി. ഇനി ബി സി എന്ന് പറയുന്നത് എന്താണ്? ബി സി എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അതുപോലെ എ സി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസ് ആണ്. നമ്മൾ പൈതഗോറസ് തിയറം കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പം നമുക്കിവിടെ ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. ഇനി എ സി എന്ന് പറയുന്നത് എന്താണ്? എ സി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? എ സി എന്ന് പറയുന്നത് 3 ഇൻറ്റു ടി ആണ്, 3 ഇൻറ്റു ടി. ഇനി ബി സി എന്ന് പറയുമ്പോൾ എന്താണ്? ബി സി എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു 2t ആണ്, 2 ഇൻറ്റു 2t. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് വെലോസിറ്റി ആണ്. അപ്പം വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 3യും ടൈം ടി. അപ്പൊ എ സിയുടെ വാല്യൂ എത്രയാണ്? 3tയും. ബി സി ആണെങ്കിൽ എന്താണ് വരിക? ബി സി ആണെങ്കിൽ 2 ഇൻറ്റു 2t എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാമല്ലോ. ഇനിയിപ്പോ നമ്മുടെ വാല്യൂസ് ഒക്കെ കയ്യിലുണ്ട്. അപ്പൊ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബി സി സ്ക്വയർ. ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2t ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3t ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2t ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4t സ്ക്വയർ. 4t സ്ക്വയർ. 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4. 4t ദ ഹോൾ സ്ക്വയർ പ്ലസ് 3t ദ ഹോൾ സ്ക്വയർ. അതായത് 4t ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ എത്രയാണ്? 16 ടി സ്ക്വയർ പ്ലസ് 3t സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9t സ്ക്വയർ. ദാറ്റ് ഈസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? 16t സ്ക്വയർ പ്ലസ് 9t സ്ക്വയർ, അതായത് 25 ടി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 25 ടി സ്ക്വയർ. നമുക്ക് വേണ്ടത് എന്താണ്? എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 25 ടി സ്ക്വയർ. റൂട്ട് ഓഫ് 25 ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5t എന്ന് പറഞ്ഞ് കിട്ടി. 5t, അതായത് റൂട്ടിന്റെ അകത്ത് നിന്ന് ഈ ടി സ്ക്വയർ, റൂട്ട് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ആണ്. റൂട്ട് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി. അപ്പൊ നമുക്ക് 5 ഇൻറ്റു ടി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ നമുക്കിനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. കാരണം നമുക്ക് ഇവിടെ രണ്ട് സംഭവങ്ങളും കിട്ടി. എന്തൊക്കെയാണ്? എ ബി നമുക്കുണ്ട്, അതുപോലെ ടോട്ടൽ ടൈം. എ ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ടോട്ടൽ ടൈം ഉണ്ട്. അപ്പൊ നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയ 5t ബൈ പിന്നെ ടോട്ടൽ ടൈം എത്രയാണ്? ടി പ്ലസ് 2t, അതായത് 3t എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് ഈസ് ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്തെന്ന് പറഞ്ഞ് കിട്ടും? 5/3 എന്ന് പറഞ്ഞ് കിട്ടും. 5/3. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5/3 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് മറക്കരുത്, മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ആവറേജ് വെലോസിറ്റി, അഥവാ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല അറിഞ്ഞിരിക്കുക, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫ് രൂപേണ ഒന്ന് വരച്ചു നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ. ഇവിടെ ഇപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ എ ആയിരുന്നു, അതായത് ഈസ്റ്റിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇവിടെ വന്ന് ഈ ബിയിൽ വന്ന് എൻഡ് ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ആവറേജ് വെലോസിറ്റി എത്രയെന്ന് കിട്ടി? 5/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ടോർക്ക് ഓഫ് എ ഫോഴ്സ് 2i cap plus 2j cap plus 5k cap about the origin, and the force acts on the particle whose position vector is i cap minus j cap plus 2k cap എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ടോർക്ക്. എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്ടൺസ് ലോ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ എടുക്കുന്ന എന്താണ്? ലീനിയർ മോഷൻ ആണ്. ലീനിയർ മോഷൻ ശരിക്കും പറഞ്ഞാൽ മോഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. ലീനിയർ ഉണ്ട്, റൊട്ടേഷണൽ ഉണ്ട്, അങ്ങനെ മോഷൻ പല ടൈപ്പ്. അപ്പൊ ലീനിയർ മോഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്?
ഫോഴ്സ് ആണ്. ലീനിയർ മോഷനിൽ നമ്മൾ പറയുന്ന ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ഫോഴ്സ്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമ്മൾ ഫോഴ്സിനൊക്കെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലീനിയർ മോഷനിൽ ഫോഴ്സ് ആണ് പറയുന്നത്. എന്നാൽ റൊട്ടേഷണൽ മോഷൻ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഫോഴ്സിന് പകരം സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. ലീനിയർ മോഷൻ വരുമ്പോൾ ഫോഴ്സും, റൊട്ടേഷണൽ മോഷൻ ആകുമ്പോൾ എന്താണ്, ടോർക്കാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ടോർക്കിന് നമ്മളൊരു ഗ്രീക്ക് ലെറ്റർ ഉണ്ട്, എന്താണ്, ടോ എന്ന് പറഞ്ഞിട്ട്. ടോർക്കിന്റെ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് ടോ എന്ന് പറഞ്ഞിട്ട്. ടോ വെച്ചിട്ടാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റൊട്ടേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ബലമാണ് ടോർക്ക് എന്ന് പറയുന്നത്. റൊട്ടേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ടോർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്, ടോ ഇസ് ഈക്വൽ ടു, ഈ ടോർക്ക് എന്ന് പറയുന്നതൊക്കെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കുക. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, നമ്മൾ വെക്റ്റർ സിമ്പൽ ഇട്ടു. ടോ ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. ഈ ക്രോസ് എന്താണ്, ക്രോസ് പ്രോഡക്റ്റ് ആണ്. വെക്റ്റർ ആർ ക്രോസ്, അത് ഇൻറ്റു അല്ല, ഇതൊരു ക്രോസ് പ്രോഡക്റ്റ് ആണ്. വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ് എന്ന് തന്നെ പഠിക്കുക. വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. അപ്പൊ വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ ആർ എന്ന് പറയുന്നത് എന്താണ്, പൊസിഷൻ വെക്റ്റർ ആണ്. പൊസിഷൻ വെക്റ്റർ ആണ്. വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊസിഷൻ വെക്റ്റർ ആണ്. വെക്റ്റർ ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മുടെ ഫോഴ്സ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കണ്ടുപിടിക്കാനും എളുപ്പമാണ്. നമ്മളിവിടെ ക്രോസ് പ്രോഡക്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഇപ്പൊ എന്തൊക്കെയാ തന്നിട്ടുള്ളത്, ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിട്ടുള്ളത് 2i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 5k ക്യാപ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് ഐ ജെ കെ? ഐ ക്യാപ്, കെ ക്യാപ്, ജെ ക്യാപ്, അല്ലെങ്കിൽ ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഭവം എന്താണ്? ഇതെല്ലാം യൂണിറ്റ് വെക്റ്റർ ആണ്. എന്താണ്? യൂണിറ്റ് വെക്റ്റർ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ഷൻ, എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഓരോ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന വെക്റ്റേഴ്സ്, യൂണിറ്റ് വെക്റ്റർ, ഈ ഓരോ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ വെക്റ്റർ ടേംസിൽ എടുക്കുമ്പോൾ ഈ ഐ ക്യാപ്, അതായത് എക്സ് എന്ന് പറയുമ്പോൾ ഐ ക്യാപ്, വൈ എന്ന് പറയുമ്പോൾ ജെ ക്യാപ്, ഇസഡ് എന്ന് പറയുമ്പോൾ കെ ക്യാപ്. അതിനാണ് യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ് ഈ പറയുന്ന ഐ ജെ കെ ക്യാപ് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നതും തന്നിട്ടുണ്ട്. എന്താണ് ആർ എന്ന് പറയുന്നത്, ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ, ടോർക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെയാ കണ്ടുപിടിക്കുക, ക്രോസ് പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ്, ദേ ഇങ്ങനെ ഡിറ്റർമിനന്റ് വരച്ചു. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മളിത് ഡിറ്റർമിനന്റ് ഇതുപോലത്തെ രണ്ട് സ്ക്വയർ വര, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരകൾ വരച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ യൂണിറ്റ് വെക്ടേഴ്സിനെ എടുത്തെഴുതുക. എന്തൊക്കെയാണ്, ഐ ജെ കെ. യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന് പറഞ്ഞ് എഴുതുക. യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന് പറഞ്ഞ് എഴുതുക. ഇനി നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ആർ ക്രോസ് എഫ് ആണ്. അതായത് വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. അപ്പൊ ഇവിടെ ആറിന്റെ അവിടുത്തെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഐ ക്യാപ്പിന്റെ ഇപ്പുറത്ത് വരുന്ന വാല്യൂ, ഐ ക്യാപ്പിന്റെ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എന്തായിട്ട് അസ്യൂം ചെയ്യുക, 1 എന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെയും 1 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഐ ക്യാപ്പിന്റെ അവിടെ എന്ത് ചെയ്ത് 1 എഴുതി. ഇത് 1 ആണോ, ഇത് -1. ഇവിടെ എത്രയാണ്, 2. അടുത്തത് എന്താണ്, എഫിന്റെ എത്രയാണ്, 2, 2, 5. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എഴുതേണ്ടത്. ആദ്യം നമ്മൾ യൂണിറ്റ് വെക്റ്റർ എഴുതുക. അതിന്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് എഴുതുക, നമുക്ക് വെക്റ്റർ ആർ ക്രോസ് എഫ് എന്നാണ്. അപ്പൊ വെക്റ്റർ ആറിന്റെ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതി. ഈ ഐന് താഴെയായിട്ട് ഈ 1 എഴുതി, ജെയിന് താഴെയായിട്ട് -1 എഴുതി, കെക്ക് താഴെയായിട്ട് എന്ത് എഴുതി, 2 എഴുതി. അത് കഴിഞ്ഞ് എഫിന്റെ വാല്യൂസും എഴുതുക. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്. ആദ്യം നമുക്ക് ഐ ക്യാപ്പിന്റെ കണ്ടുപിടിക്കുക. ഐ ക്യാപ്പിനെ എടുത്ത് എഴുതിയിട്ട് ഈ ഒരു ഈ കോളവും ഈ റോയും നമ്മൾ അങ്ങ് മറക്കുക. തൽക്കാലത്തേക്ക് ഈ കോളം ഈ റോയും മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യുക. അപ്പം ഈ കോളവും ഈ റോയും നമ്മൾ മറന്നിട്ട് നമ്മൾ -5, അതായത് ഐ ക്യാപ്പ് ഇൻറ്റു -5 -4 എന്ന് പറഞ്ഞ് എഴുതി. -5 -4. ഇനി മൈനസ്, ഇവിടെ വരേണ്ടത് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു, അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ജെ ക്യാപ്പ് ആണ്. അപ്പൊ ഈ ജെ ക്യാപ്പിന്റെ ഈ ഒരു കോളവും ആ ഒരു റോയും നമ്മൾ മറന്നിട്ട് അടുത്തത് എഴുതുക. എന്താണ്, 5 × 1. 5 × 1 എന്ന് പറയുമ്പോൾ 5 -2 × 2 എന്ന് പറയുമ്പോൾ
4 എന്ന് കിട്ടി. പ്ലസ്, അതായത് ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എഴുതുന്നത്. ഇപ്പൊ ആദ്യം മൈനസ് എഴുതി അടുത്ത പ്ലസ് ആണ് വരേണ്ടത്. ഇനി കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് വരുമ്പോഴത്തേക്ക് എന്താണ്, ഈ കെ ക്യാപ്പിന്റെ കോളം നമ്മൾ അതിനെ മറന്നേക്കുക, ആ ഒരു റോയും മറന്നിട്ട് നമ്മൾ അടുത്തത് രണ്ടും നമ്മൾ ക്രോസ് ചെയ്ത് എന്താണ് അവിടെ വരേണ്ടത്, 2 മൈനസ് മൈനസ് 2 ആണ്. 2 മൈനസ് -2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്കിവിടെ എന്ത് വരും, -5 -4 എന്ന് പറയുമ്പോൾ എന്താണ്, -9 i ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് 4 ക്യാപ്പ് എന്നാണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് ക്രോസ് പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കുക, അതിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇപ്പം ഐ ക്യാപ്പിനെ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഐ ക്യാപ്പ് വരുന്ന ഒരു കോളവും ആ ഒരു റോയും, ഐ ക്യാപ്പ് ജെ ക്യാപ്പ് റോയും ഈ ഐ ക്യാപ്പ് വരുന്ന ആ ഒരു കോളവും നമ്മൾ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ ഒന്ന് മറന്നേക്കണം. അത് വേണ്ട, നമ്മളിവിടെ ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക, ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ളത് തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുക. ഇനി ജെ ക്യാപ്പ് വരുമ്പോൾ ആ കോളവും ആ റോയും കട്ട് ചെയ്തിട്ട് ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് ക്രോസ് ചെയ്യുക. എന്നിട്ട് നടുക്ക് നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ പോകാനായിട്ട്, ആൾട്ടർനേറ്റ് മൈനസ് പ്ലസ്. അപ്പം നമ്മുടെ ആൻസർ എന്തെന്ന് പറഞ്ഞു വന്നു, -9 i ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് 4 ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ വന്നു. അപ്പൊ ടോർക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ടോർക്കിന്റെ ഫോർമുല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടോർക്ക് പല എക്സാമിനുകളും ചോദിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, എന്താണ് ആർ എന്നും എഫ് എന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്. ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന് കറക്റ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വായിച്ചാലോ. എന്താണ്, നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, രണ്ടാമത്തത് നോ ടെമ്പറേച്ചർ ചേഞ്ച്, മൂന്നാമത്തത് സ്ലോ പ്രോസസ്, നാലാമത്തത് ഫാസ്റ്റ് പ്രോസസ്. എന്നിട്ട് നമുക്കിവിടെ ഓപ്ഷൻ, നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അഡിയബാറ്റിക് പ്രോസസ്? ഈ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ തെർമോഡൈനാമിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതൊരു തെർമോഡൈനാമിക് പ്രോസസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത്, തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റം എന്താണെന്നും സറൗണ്ടിങ് എന്താണെന്നും ആദ്യം അറിഞ്ഞിരിക്കുക. സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്? സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഒരു സിലിണ്ടറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഗ്യാസ് നിറ, അപ്പൊ ഈ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റമാണ്. അപ്പൊ ഈ ഗ്യാസിൻ്റെ ഉള്ളിൽ എന്താണ്, ആറ്റംസും മോളിക്യൂൾസും എല്ലാം കാണും. അതും ഒരു പെർട്ടിക്കുലർ വോളിയം ടെമ്പറേച്ചറിലൊക്കെയാണ് ഈ ഒരു ഗ്യാസ് അതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം ആയിട്ട് എടുക്കാം. എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ആണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന് പുറത്തുള്ള എന്തുമാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. പുറത്തെന്ന് പറയുമ്പോൾ ഈ സിലിണ്ടറിന്റെ പുറത്ത് എന്തായിരിക്കും ഉണ്ടാവുക, ഓഫ് കോഴ്സ് എയർ ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അത് എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ആണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ എല്ലാത്തിലും സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ കൂടെ ചേർന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം, സറൗണ്ടിങ്സ് എന്ന് പറയാം, സറൗണ്ടിങ്സ്. അപ്പൊ സിസ്റ്റം, സറൗണ്ടിങ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്? തെർമോഡൈനാമിക് പ്രോസസ്സ് 4 പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സ്, രണ്ട് ഐസോകോറിക് പ്രോസസ്സ്, മൂന്ന് ഐസോബാറിക് പ്രോസസ്സ്, നാല് അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെ 4 പ്രോസസ്സാണ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 4 പ്രോസസ്സും പറയുന്നതിന് മുമ്പ് നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. തെർമോഡൈനാമിക്സിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വേരിയബിൾസ്, ഒന്ന് പ്രഷറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? പി ആണ്. പിന്നെ ഒന്ന് വോളിയം, പ്രഷർ, വോളിയം, വി ആണ്. ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ആണെങ്കിൽ ടി ആണ്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതാണ് നമ്മുടെ തെർമോഡൈനാമിക് വേരിയബിൾ. ഈ 3 വേരിയബിളിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഈ ഒരു 3 പ്രോസസ്സിനും കാരണമാകുന്നത്. അതായത് പ്രഷർ ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഈ 3 വേരിയബിൾസിനും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് തന്നെ ഉണ്ടാകുന്നത്.
അപ്പം നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഉള്ളത്, ഇനിയുമുണ്ട്. വേരിയബിൾസിൽ എൻതാൽപ്പി ഉണ്ട്, എൻട്രോപ്പി, അങ്ങനെ വേരിയബിൾസ് ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മുടെ ഹീറ്റ് ഉണ്ട്, ഹീറ്റ് ഒരു തെർമോഡൈനാമിക് വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കാം. അങ്ങനെ തെർമോഡൈനാമിക് വേരിയബിൾ ഇനിയുണ്ട്. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഈ 3 വേരിയബിളിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ടെന്നാണ്, ടെമ്പറേച്ചർ, നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാൽ പ്രഷറും വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ പ്രോസസ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഐസോകോറിക്കിലാണെങ്കിൽ എന്താ വരുന്നത്? ഐസോകോറിക്ക് വരുമ്പോഴത്തേക്കും വോളിയം എന്ന് പറയുന്നതായിരിക്കും കോൺസ്റ്റന്റ്, പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഐസോബാറിക് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ ആണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള അതായത് വോളിയം, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ്, ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അഡിയബാറ്റിക് പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, അഡിയബാറ്റിക് പ്രോസസ്സിൽ ഈ പറയുന്ന പ്രഷർ ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഏതാണ്? ഹീറ്റ് ആണ്. ഹീറ്റിനെ നമ്മൾ തെർമോഡൈനാമിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേരി ചെയ്യുന്നത് ഹീറ്റ് അല്ല, വേരി ചെയ്യുന്നതല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഹീറ്റ് ആണ്. വേരി ചെയ്യുന്നത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലുള്ള തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ് വേരി ചെയ്യുന്നത്. അപ്പൊ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന 3 തെർമോഡൈനാമിക് വേരിയബിളും വേരി ചെയ്യുന്നു അഡിയബാറ്റിക് പ്രോസസ്സിൽ. അവിടെ ആകെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഹീറ്റ് ആണ്. ഹീറ്റിനെ നമ്മൾ തെർമോഡൈനാമിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്, ത്രൂ ഔട്ട് ദ പ്രോസസ് ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല ഈ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്, അതായത് പതുക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഐസോതെർമൽ പ്രോസസ്സ് സ്ലോ പ്രോസസ്സ് എന്ന് പറയാൻ കാരണം? ഐസോതെർമൽ പ്രോസസ്സ് സ്ലോ പ്രോസസ്സ് ആവാൻ കാരണം ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്, അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഹീറ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ആയിട്ടും കോൺസ്റ്റന്റ് ആയിട്ട് വച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോ പ്രോസസ് ആയിട്ട് നടത്തിക്കുന്നതാണ്. അതായത് ഹീറ്റ് പതുക്കെ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. ഹീറ്റ് പെട്ടെന്ന് സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്ച്വേഷൻസും വരുന്നുണ്ട്. നമ്മുടെ ഐസോതെർമൽ എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് വരുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ സിസ്റ്റത്തിൽ നിന്നും റിലീസ് ചെയ്യുന്നു. അതാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ പ്രോസസ്സിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് നടന്നാൽ മാത്രമേ ത്രൂ ഔട്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഐസോതെർമൽ എന്ന് പറയുന്നത്. ഇനി അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാസ്റ്റ് പ്രോസസ്സ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്. കാരണം എന്താണ്? അവിടെ ഹീറ്റ് എക്സ്ചേഞ്ചും ഒന്നും നടക്കുന്നില്ല. നമ്മൾ പറഞ്ഞു ഹീറ്റ് എന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആണ് വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 4. അതായത് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആൻഡ് ഫാസ്റ്റ് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് പ്രോസസ് ആണ്. എന്നാൽ നോ ടെമ്പറേച്ചർ ചേഞ്ചും സ്ലോ പ്രോസസ് ഏതാണ്? ഐസോതെർമൽ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. ഐസോതെർമൽ എന്താണെന്നും പഠിച്ചു, അഡിയബാറ്റിക്കും പഠിച്ചു. അഡിയബാറ്റിക് വരുമ്പം സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ അതെന്താണ്? അതൊരു ഫാസ്റ്റ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. കാരണം ഫാസ്റ്റ് പ്രോസസ് ആവാൻ കാരണം നമുക്ക് അഡിയബാറ്റിക്കിൽ എന്തില്ല? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണ്ട. അതുകൊണ്ട് തന്നെ അതൊരു ഫാസ്റ്റ് പ്രോസസ് ആണ്. എന്നാൽ നമ്മുടെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു സ്ലോ പ്രോസസ് ആണ്. ത്രൂ ഔട്ട് നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കുന്നതിന് വേണ്ടി തന്നെ ഐസോതെർമൽ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് ആണ്. അവിടെ ടെമ്പറേച്ചർ ചേഞ്ചും വരുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? At what distance from the mean position is the kinetic energy in a simple harmonic oscillator equals potential energy?
At what distance from the mean position is the kinetic energy in a simple harmonic oscillator equals potential energy? അപ്പം നമുക്ക് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ആദ്യം സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്ന് നോക്കുക. എന്താണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം നമ്മൾ കണ്ടിട്ടില്ലേ? സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നത്. അതായത് ടു ആൻഡ് ഫ്രോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അവിടെ ഒരു മീൻ പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മീൻ പൊസിഷൻ ആധാരമാക്കിയാണ് ഒരു സിമ്പിൾ പെൻഡുലം ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് വരെയാണ് ഇസ് ദ കൈനറ്റിക് എനർജി ഇൻ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇൻ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കും സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഇനി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഹാഫ് കെ എച്ച് സ്ക്വയർ. അപ്പൊ എന്തൊക്കെയാണ് ഈ എയും എച്ചും എന്ന് നമുക്ക് നോക്കാം. കെ എന്താണെന്ന് നോക്കാം. കെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മളൊരു പേരിടുന്നുണ്ട്. എന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റ് അഥവാ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് പേരിടുന്നുണ്ട്. ഫോഴ്സ് കോൺസ്റ്റന്റ് അഥവാ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഈ ഒരു ഓസിലേഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഈ മീൻ പൊസിഷനിൽ നിന്നുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്ന്, അതായത് ഈ ഒരു മീൻ പൊസിഷൻ ആധാരമാക്കിയാണ് ഒരു സിമ്പിൾ പെൻഡിൽ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അതായത് ടു ആൻഡ് ഫ്രോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു മീൻ പൊസിഷൻ. അപ്പൊ ഈ മീൻ പൊസിഷനിൽ നിന്നുമുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു എക്സ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആക്കാനായിട്ട് മീൻ പൊസിഷനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് നിന്നാണ് ഇവര് ഈക്വൽ ആകുന്നതെന്നാണ് ചോദ്യം. ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്നത് എത്ര ഡിസ്റ്റൻസ് നിന്നെന്നാണ് ചോദ്യം. നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. കൈനറ്റിക് എനർജിക്ക് ആണെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നും പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഹാഫ് കെ എച്ച് സ്ക്വയർ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി കൈനറ്റിക് എനർജി ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ഹാഫ് കെ എച്ച് സ്ക്വയർ. ഇവിടെ നമുക്ക് ഹാഫ് വെട്ടിക്കളയാം. കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് തോന്നുന്നു? എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വന്നു. എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. അപ്പൊ നമുക്ക് എ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്ന് തോന്നുന്നു. അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2h സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വന്നു. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വന്നു. ദാറ്റ് ഈസ് h സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് a സ്ക്വയർ ബൈ 2. റൂട്ട് ഓഫ് a സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു a ബൈ റൂട്ട് 2. എ ബൈ, അതായത് റൂട്ടിൻ്റെ അകത്ത് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ആ സ്ക്വയർ ഇല്ലാണ്ട് തന്നെ എ ആയിട്ട് തന്നെ മാറും. അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ അവിടെ എ ബൈ റൂട്ട് 2. അപ്പൊ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടി? എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞ് കിട്ടി. എ ബൈ റൂട്ട് 2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജിയും തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും തന്നിട്ടുണ്ട്.
കൈനറ്റിക് എനർജിക്ക് പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ 2 ഫോർമുലാസ് ഉണ്ട്. ഈ ഫോർമുലാസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് ആണ്, അഥവാ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അഥവാ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഫോർമുലാസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എച്ചിന്റെ ആൻസർ കിട്ടും. എച്ചിന്റെ ആൻസർ എന്താണ്? ഇവിടെ a/√2 എന്ന് വന്നു. എ എന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ ഇവിടെ ഇക്വേഷൻ അനുസരിച്ച് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് എടുത്തത് ആംപ്ലിറ്റ്യൂഡ് എന്ന്. നമ്മൾ ശരിക്കും ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആൻസറിൽ നോക്കിയ സ്മോൾ ലെറ്റർ എ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ എച്ച് ഈക്വൽ ടു a/√2 എന്ന് പറഞ്ഞ് നമ്മുടെ ആൻസർ വന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.